ഒട്ടും ഉഷാറില്ലാത്തൊരു ഓണ ദിവസമായിരുന്നു കേട്ടോ എനിക്ക്. അനിയത്തിയും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും അവൾക്കും എനിക്കൊക്കെ പനിയായിരുന്നു കേട്ടോ. എങ്കിലും ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കുട്ടികൾ രാവിലെ എണീച്ച് പൂക്കളം ഒരുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ അടുക്കളയിൽ ഒരു 10-50 പേർക്കുള്ള സാമ്പാർ, ഞങ്ങളെല്ലാ വർഷവും ഓണമായാലും വിഷു ആയാലും ഹസ്ബൻഡ് ഫ്രണ്ട്സും ഫാമിലീസും അങ്ങനെ ഒരു 10 ഫാമിലിയോളം ഒരുമിച്ചാണ് കേട്ടോ ഓണമായാലും വിഷു ആയാലും ഒക്കെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ വർഷവും സാമ്പാറാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എൻ്റെ സാമ്പാറൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മക്കളിവിടെ പൂക്കളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മോളാണ് പൂടുന്നത്. കുട്ടികൾ പൂക്കളൊക്കെ നന്നാക്കി കൊടുത്ത് അവിടെ സൈഡായി കേട്ടോ. പിന്നെ പൂക്കളൊക്കെ അവർ റെഡിയാക്കുന്ന സമയം കൊണ്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് ഇഡ്ഡലി ആകുമ്പോൾ എളുപ്പത്തിലാവുമല്ലോ. അപ്പോൾ രാത്രിയിൽ ഉഴുന്ന് മാവിന് അരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാർ ഒരുമിച്ച്, ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറും കൂടെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സദ്യയൊക്കെ കൊണ്ടുപോകാനും ഒക്കെ കൂടിയിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ പൂക്കളം ഒക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡിയാക്കി. പിന്നെ അമ്പലത്തിൽ രാവിലെ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ വൈകിട്ട് മോളുടെ തിരുവാതിര ഉള്ളത് കാരണം വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം രാവിലെ പോയില്ലേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതേ റെഡി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്പാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ അവിടെ എല്ലാവരും ഓരോരുത്തരും ഓരോരുടെ ലേഡീസ് അവരുടെ എൻജോയ്മെൻറ്റിൽ, ആണുങ്ങൾ അവരുടെ എൻജോയ്മെൻറ്റിൽ, കുട്ടികൾ വേറെ. ഞങ്ങളിങ്ങനെ ഒരു റീൽസൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ആരും പഠിച്ചില്ല. അപ്പോൾ പിന്നെ വെറുതെ ചുമ്മാ ഡാൻസൊക്കെ കളിച്ച് നോക്കി. അങ്ങനെ ഒരു ഉച്ച വരെ ഇങ്ങനെ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി അടിപൊളി സദ്യയൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ ഐറ്റംസും. അതുകൊണ്ട് തന്നെ ഗംഭീരമായി തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത്രയും ആൾക്കാർ ചേർന്നിട്ടുള്ള നമ്മുടെ ഓണാഘോഷമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ഗാങ് ഓഫ് ബ്രദേഴ്സ് എന്നാണ് കേട്ടോ ഈ ഒരു ഗാങ്ങിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഞങ്ങളെ എന്താ പറയേണ്ട ഒരു ഞങ്ങൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുട്ടികളും ഭാര്യമാരും എല്ലാവരും കൂടിയായിട്ട് ആഘോഷം എന്ന് പറയണത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിലാണെങ്കിൽ ഇത്രയൊക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം നാട്ടിലായാലും ഇപ്പോഴും എല്ലാവരും ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം ഇവിടെ ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾ ആഘോഷങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി. പിന്നെ നേരെ വൈകിട്ട് മോളുടെ തിരുവാതിര കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ടോ. അപ്പം ഇത്തവണ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും വൈകുന്നേരം വരെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി സദ്യയൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓണം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇത്തവണ എന്നല്ല കേട്ടോ, എല്ലാ വർഷവും ഞങ്ങളുടെ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓണവിശേഷം.